ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ആഡ്ജക്റ്റീവ്സ് ആണ്. ഒരാളുടെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആഡ്ജക്റ്റീവ്സ്. അപ്പോൾ ഞാൻ ആ വേർഡ്സ് പറയും, റിയാസ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സോ റിയാസ്, ആർ യു റെഡി? Of course, I'm ready. So the first adjective, the first word that I've got for you is naive. Naive. എന്താ അർത്ഥം? Naive എന്ന് പറഞ്ഞാൽ അധികം ലോക പരിചയമൊന്നും ഇല്ലാത്ത ഒരാള്. ലൈക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നിഷ്കളങ്കമായ, ഇട്ടും പൊട്ടും തിരിയാത്ത. ഓക്കെ, അപ്പോൾ അതിനൊരു ചെറിയ എക്സാമ്പിൾ അറിയോ? So I can say she's a naive girl, she'll believe whatever you say. Okay, she's a naive girl, she'll believe whatever you say. Yeah. Okay. ഇനി അടുത്ത വാക്ക് ഇതിന്റെ ഒരു ബന്ധമില്ലാത്ത വാക്കാണ്, കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത്. മീൻ. തീരെ ദയയില്ലാത്ത, ഭയങ്കര റൂഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് മീൻ എന്ന് പറയാം. ഓക്കെ, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്രൂവൽ ആയിട്ടുള്ള ഒരാൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ that don't be so mean to her, she's just a beginner, give her some time. Okay. അപ്പോൾ നെക്സ്റ്റ് വേർഡ് ഇസ് stubborn. ഭയങ്കര വാശിയുള്ള, പെട്ടെന്ന് കാര്യങ്ങളൊന്നും കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരാളെ നമുക്ക് stubborn എന്ന് പറയാം. റിയാസ് stubborn ആണോ? ഞാൻ ചില സമയത്ത് ഭയങ്കര stubborn ആണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ? Yeah, I can say he's a very stubborn person. It's so hard to convince him. അപ്പോൾ ഇനി അടുത്ത ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. എനിഗ്മാറ്റിക്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് എനിഗ്മാറ്റിക് പേഴ്സൺ ആണെന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് പിടികിട്ടാൻ, അതാ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ എനിഗ്മാറ്റിക് വെച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ I can say I have no idea what's in his mind. He's an enigmatic person. Okay, I understand. So next word is insensitive. മറ്റുള്ള മനുഷ്യന്മാരുടെ വികാരത്തിന് അധികം കൺസേൺ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, അധികം ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാള്, അധികം വികാരമില്ലാത്ത ഒരാള്. അതിന് നമുക്ക് ഇൻസെൻസിറ്റീവ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I can say don't open up to him, he's an insensitive person. Okay. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ I think you have that right. Okay. I'm talking about boldness. Okay. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ആഡ്ജക്റ്റീവ് ആണ് bold. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള ഒരാളെ ബോൾഡ് എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I can say Priyanka Chopra is a very bold lady. Cool. പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. Getting into Big Boss or participating in Big Boss was a bold move. It was. അപ്പോൾ അതായിരുന്നു നമ്മളിന്ന് പഠിച്ചത്. നമ്മൾ 6 ആഡ്ജക്റ്റീവ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ നൈവ്, മീൻ, stubborn, enigmatic, insensitive and bold. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാൻ പറ്റും. പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ആൻഡ് ജോയിൻ us. Thank you. English House. English at your fingertips.